ഗൈസ്, ഇന്ന് ഞാനും എൻ്റെ ഉമ്മയും പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഉമ്മ പറഞ്ഞത് എനിക്കിന്നൊരു സർപ്രൈസ് ഉണ്ടെന്ന്. രാവിലെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാണ്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ സർപ്രൈസ് എന്താണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയോണ്ട് നിൽക്കുമ്പോഴാണ് നാടൻ മാങ്ങ വിൽക്കുന്ന സ്ഥലം കണ്ടത്. ഞങ്ങളവിടെ വണ്ടി നിർത്തിട്ടോ. അപ്പോൾ ഉമ്മ അവിടെ പോയി ചോദിച്ചപ്പം അവിടെ മാങ്ങയുണ്ട്, അതിലൊരു പീസ് ഉമ്മക്ക് കഴിക്കാൻ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വന്നു. അപ്പോൾ ഈ സ്ഥലമായിരുന്നു എൻ്റെ ഉമ്മ എനിക്ക് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ എത്തിയിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് എന്നാണ് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇവിടുത്തെ മെനു നോക്കുകയാണെങ്കിൽ കുറേ ഫുഡുണ്ട്. ഇതിലേറ്റവും ആകർഷണീയമായിട്ടുള്ളതായിരുന്നു ആഡംബരക്കഞ്ഞി. പക്ഷേ അത് ഞങ്ങൾ അപ്പോൾ കണ്ടിട്ടില്ലായിരുന്നു. ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷമാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ ഫുഡ് എത്തി. ഞാൻ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പഴങ്കഞ്ഞിയായിരുന്നു. കുറേ വീഡിയോസുകളിലൊക്കെ കണ്ടിട്ടുണ്ട് പഴങ്കഞ്ഞി, എന്നാലും ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആദ്യ ചോറ് വായിൽ വെച്ചതും എൻ്റെ എക്സ്പെക്റ്റേഷൻ എല്ലാം പോയി ഗൈസ്. ഞാൻ വിചാരിച്ചത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കുന്നു, പക്ഷെ ഇത് ഭയങ്കര പുളിയായിരുന്നു. പിന്നെ ആണെങ്കിൽ എനിക്കത് കഴിക്കാനേ തോന്നില്ല, അത്രയ്ക്കും പുളി. എൻ്റെ ഉമ്മയാണെങ്കിലും തേങ്ങാച്ചോറും ബീഫ് കറിയും പിന്നെ ഡാൽ കറിയുമായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഉമ്മയ്ക്ക് ഇത് വളരെ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മൻ്റെ വല്യപ്പ ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കലെന്ന് പറഞ്ഞു. പിന്നെ ഞാനാണെങ്കിൽ ആ മാങ്ങ വെറുതെ വിട്ടില്ല, ഞാൻ അപ്പം തന്നെ ഇരുന്ന് കഴിച്ചു. എനിക്ക് മാങ്ങ എന്ന് പറയുന്നത് ജീവനാണ് ഗൈസ്. ആ മാങ്ങയുടെ പുറം കാണാൻ പഴുത്തിട്ടല്ലെങ്കിലും അത് പഴുത്തിട്ടായിരുന്നു. ഒരു കാര്യം വിട്ടുപോയി, ഒരു ഹോട്ടലുകളിലും ഇങ്ങനെ ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. അമിത ആഹാരം ആരോഗ്യത്തിന് ഹാനികരം. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ ഗൈസ്, ബൈ ബൈ.